ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ട്രാൻസ് ട്യൂട്ടർ എന്ന പേരുള്ള മറ്റൊരു ട്യൂട്ടറിംഗ് വെബ്സൈറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഈ വെബ്സൈറ്റും 100% ജെന്യൂൻ ആണ്. കുറച്ച് ന്യൂ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്, പക്ഷെ പെട്ടെന്ന് തന്നെ നല്ല പേരെടുത്ത വെബ്സൈറ്റ് ആണ്. ഇവിടെയും നമുക്ക് നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. 100% ജെന്യൂനും 100% ട്രസ്റ്റഡുമാണ്. ഇനി ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം? ഇവിടെ നമുക്ക് 3 രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്ന് ക്യാപ്സ്യൂൾ മോഡ്യൂളിൽ, രണ്ടാമത് അപ്ലോഡ് ആൻഡ് ഏൺ, പിന്നെ മൂന്നാമത്തത് സബ്മിറ്റിംഗ് അസൈൻമെന്റ്സ്. അപ്പൊ ആദ്യത്തെ മെത്തേഡിലാണ് കൂടുതൽ പേരും വർക്ക് ചെയ്യുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ മോഡ്. ക്യാപ്സ്യൂൾ മോഡിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, നമ്മളിവിടെ എക്സ്പേർട്ട് ആയിട്ട് സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഡാഷ്ബോർഡിൽ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യും. ആ ക്വസ്റ്റ്യൻസിന്റെ നേരെ അത് എന്ത് ഡിഫിക്കൽട്ടി ലെവൽ ആണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് മീഡിയം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, ലോ ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ ഹൈലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ എമൗണ്ടും അതിന്റെ നേരെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ലോ ലെവൽ ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന്റെ പേയും കുറച്ച് കുറവായിരിക്കും. ഹൈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പേയും കൂടുതലായിരിക്കും. അപ്പൊ അത് ഏകദേശം ഒരു 100 റുപ്പീസിന്ന് 200ന്റെ ഇടക്ക് വേരിയേഷനിലാണ് ആ എമൗണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റ് എ ടൈം ലോക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആൻസർ ചെയ്യാമെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പിന്നീട് വേറെ ട്യൂട്ടേഴ്സിന് പാസ് ചെയ്യില്ല. ആ ക്വസ്റ്റ്യൻസ് അവിടെ ലോക്ക്ഡ് ആകും. അപ്പോൾ നമുക്ക് പിന്നീട് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസിന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇതേപോലത്തെ ട്യൂട്ടറിംഗ് വെബ്സൈറ്റിലുള്ള പോലെ തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ മോർ ദാൻ 2 സബ്ജക്ട്സ് സെലക്ട് ചെയ്യാം. പേ ഔട്ട്സ് കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതൊക്കെയാണ് ഈ ഇവിടെ വർക്ക് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലായിടത്തും ചെയ്യുന്ന പോലെ സൈൻ അപ്പ് ചെയ്യണം. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അത് പേഴ്സണലും പ്രൊഫഷണലും പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും. അത് കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്ട്സ് ചൂസ് ചെയ്യാം. അപ്പൊ ഒന്നിൽ കൂടുതൽ സബ്ജക്ട്സ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്റ്റിന് നമ്മളൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൊടുക്കണം. അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഏകദേശം ഒരു മോഡറേറ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്ത് നമ്മൾ സെലക്ട് ആയാൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോ അതാണ് ഇതിലുള്ള മെത്തേഡ്. ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട രീതി. ഇനി നമ്മൾ ഇവിടെ ഇനിയൊരു കാര്യം പറയാനുള്ളത്, ആദ്യത്തെ ക്യാപ്സ്യൂൾ മോഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എഴുതിയിട്ടാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അപ്ലോഡ് കണ്ടന്റ് ആൻഡ് ഏൺ. ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രിപ്പയർ ചെയ്ത നമ്മുടെ നോട്ട്സോ അല്ലെങ്കിൽ പ്രീവിയസ് സോൾവ് ചെയ്ത നമ്മ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഈ ട്രാൻസ് ട്യൂട്ടറിന്റെ ടീം അത് റിവ്യൂ ചെയ്ത് അത് അപ്രൂവ് ചെയ്യും. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് ഈ വെബ്സൈറ്റിൽ അവർ ഇടും. അപ്പോ അതിൽ നിന്ന് സ്റ്റുഡൻസിന് ആ കണ്ടന്റ് ആവശ്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പൊ സ്റ്റുഡൻസ് നമ്മുടെ കണ്ടന്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ടിന്റെ 80% നമുക്കും 20% ഈ വെബ്സൈറ്റിനുമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് കണ്ടന്റ് ആൻഡ് ഏൺ എന്നുള്ള മോഡിൽ വർക്ക് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ വേ എന്ന് പറയുന്നത് സബ്മിറ്റിംഗ് അസൈൻമെന്റ്സ്. അതായത് സ്റ്റുഡൻസിനുള്ള അസൈൻമെന്റ്സ് നമ്മൾ എഴുതി അത് നമ്മൾ അവർക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യും. അപ്പൊ അതില് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ആദ്യത്തെ ക്യാപ്സ്യൂൾ മോഡിൽ അറ്റ്ലീസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് എങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മോഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയുമാണ് ഈ വെബ്സൈറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നല്ലൊരു വെബ്സൈറ്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ സാധിക്കുന്ന വെബ്സൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള 100% ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റ്സിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ പ്ലീസ് എന്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. And thank you for watching.